കാണാതിരിക്കുമ്പോൾ കാണണമെന്ന് തോന്നാറുണ്ടോ? തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നാറുണ്ടോ? കാണുമ്പോൾ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ തോന്നാറുണ്ടോ? ഹൃദയം നിറഞ്ഞതുപോലെ തോന്നാറുണ്ടോ? പിരിയുമ്പോൾ ലോകം ശൂന്യമായതുപോലെ തോന്നാറുണ്ടോ? അതെ, ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചതിൽ എന്റെ ഹൃദയത്തെ ഏറെ സ്വാധീനിച്ച ഒരു നോവലാണ് KR മീരയുടെ മീര സാധു. മീര സാധു എന്നാൽ അഗതിയായ വിധവ. അതെ, ഇത് വായിച്ചാൽ കുറച്ചു സമയത്തേക്ക്, അല്ല കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എന്തൊക്കെയോ ഈ പേജുകളിലുണ്ട്. ഇതൊരു പകയുടെയും പ്രതികാരത്തിന്റെയും വഞ്ചനയുടെയും മാപ്പർഹിക്കാത്ത പാപഭാരത്തിന്റെയും എല്ലാത്തിനുമുപരി ആത്മാർത്ഥമായ പ്രണയത്തിന്റെയും കഥയാണ്. മാധവന്റെയും തുളസിയുടെയും പ്രണയ കഥ. IIT-യിൽ നിന്നും ഉയർന്ന റാങ്കോടെ പാസ്സായ തുളസി തന്റെ പ്രതിശ്രുത വരനായ വിനയനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കെ വിനയന്റെ സുഹൃത്തായി മാധവനുമായി പ്രണയത്തിലാകുന്നു. അല്ല, മാധവൻ പ്രണയത്തിലാക്കുന്നു തുളസിയെ. വിവാഹത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ തുളസിയുമായി മാധവൻ ഡൽഹിയിലേക്ക് ഒളിച്ചോടുന്നു. തനിക്ക് മുമ്പും മാധവന് പല സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നറിയാമായിരുന്നിട്ടും മാധവന്റെ ജീവിതത്തിലെ അവസാനത്തെ സ്ത്രീ താനായിരിക്കുമെന്ന് തുളസി ഉറച്ചു വിശ്വസിക്കുന്നു. 3 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് 2 ആൺകുട്ടികൾ ഉണ്ടാവുന്നു. എന്നാൽ പോകെ പോകെ തുളസി മനസ്സിലാക്കുന്നു, മാധവൻ മധുരം പോലെയാണ്. മാധവന് ചുറ്റും ഉറുമ്പുകളെ പോലെ സ്ത്രീകൾ നിരനിരയായി വന്നിരുന്നു. പലപ്പോഴും മാധവന്റെ പരസ്ത്രീ ബന്ധം തുളസി കണ്ടുപിടിക്കുമെങ്കിലും അതെല്ലാം തന്നെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെയും പ്രണയത്തിലൂടെയും ചുംബനത്തിലൂടെയും രതിയിലൂടെയുമെല്ലാം തുളസിയെ തന്റെ വരുതിയിലാക്കാൻ മാധവന് സാധിച്ചിരുന്നു. പാൽ പോലെയാണ് പ്രണയം. നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും, പിരിയും, വിഷമാകും. മാധവൻ എനിക്ക് ആ വിഷം തന്നു. ഞാൻ മരിച്ചില്ല, പകരം അയാളെ കൊന്നു. അതെ, മാധവനെ അഗാധമായി പ്രണയിച്ചിരുന്നു തുളസി. ആ പ്രണയത്താൽ തന്നെ മാധവന്റെ മറ്റെല്ലാ കുറവുകളും കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ ഒരിക്കൽ മാധവനാൽ മറ്റൊരു സ്ത്രീ ഗർഭിണിയാക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മനോനില തെറ്റിയ തുളസി തന്റെ 2 ആൺമക്കളെ വിഷം കൊടുത്ത് കൊല്ലുന്നു. ഇവിടെ വെച്ചാണ് തുളസിയിൽ നിന്നും മീര സാധുവിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. സുന്ദരിയായിരുന്ന തുളസി ഇപ്പോൾ മീര സാധുവാണ്. മധുരയിലെ വൃന്ദാവനത്തിൽ തന്റെ സമൃദ്ധമായ മുടികൾ മുണ്ടനം ചെയ്ത്, പല്ലുകൾ പൊഴിഞ്ഞ്, കാലുകൾ വിണ്ടുകീറി വളരെ വിരൂപയാകപ്പെട്ട ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. അതെ, തുളസി ഇന്ന് മീര സാധുവാണ്. ഇത് അവൾ സ്വന്തമായി സ്വീകരിച്ച ശിക്ഷയാണ്. ആര് കണ്ടാലും വേദനിക്കും വിധം സ്വയം ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച തുളസിയുടെ, അല്ല മീരയുടെ ശിക്ഷയാണിത്. കത്തുന്ന വേനലിലും കോരിച്ചൊരിയുന്ന മഴയിലും മരം കോച്ചുന്ന മഞ്ഞിലും ഗോവിന്ദദേവ ക്ഷേത്ര നടയിൽ പകയോടെ യാചിച്ചു. സന്ദർശകർ എറിയുന്ന പഴങ്ങൾക്കായി കുരങ്ങന്മാരുമായി പിടിവലി നടത്തി. കുരങ്ങന്മാരെ തല്ലിയും കല്ലെറിഞ്ഞും ശത്രുക്കളാക്കി. അവയേൽപ്പിച്ച മുറിവുകൾ ശരീരത്തിലുടനീളം നീറിപ്പഴുത്തു. ആ വേദന അവളെ വളരെയേറെ ആനന്ദിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ വൃന്ദാവനത്തിൽ ഭിക്ഷയാചിക്കുന്നതിനിടെ തന്റെ മാധവനെ വീണ്ടും തുളസി, അല്ല മീര കണ്ടെത്തുന്നു. താൻ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം മാപ്പ് പറഞ്ഞ് തുളസിയെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാധവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് പഴയ തുളസിയല്ല, ഇത് മീര സാധുവാണ്. അവൾക്കൊരിക്കലും മാധവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കില്ല. എന്നാൽ മാധവനോടുള്ള പ്രണയം ഇന്നും അവളിൽ നിലനിൽക്കുന്നു. തുളസി ഒരു കൃഷ്ണഭക്ത ആയതിനാലാവാം ഈ കഥയിൽ പലപ്പോഴും കൃഷ്ണ കഥകളുടെ പശ്ചാത്തലം KR മീര ഉപയോഗിച്ചിരിക്കുന്നു. ഗോവിന്ദദേവ ക്ഷേത്രത്തിന്റെ 3-ാം നിലയിൽ ഇരുട്ടിലും രക്തത്തിലും കുളിച്ച് ശവന്തീനി ഉറുമ്പുകളിൽ വിലയം പ്രാപിക്കാൻ അവൾ ഉന്മാദത്തോടെ കാത്തുകിടക്കുമ്പോഴും അവളുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞു, മാധവൻ എന്റെയാണ്. ഞാൻ ഇനിയും അയാളെ പ്രേമിക്കും, പകയോടെ പ്രേമിക്കും. പ്രേമം കൊണ്ട് പരാജയപ്പെടുത്തും, പവിത്രീകരിക്കും, ഒടുവിൽ അയാളിൽ തന്നെ വിലയം പ്രാപിക്കും. ഈ കഥ ഇങ്ങനെ അവസാനിപ്പിക്കും. ഒരു മീര സാധുവിന്റെ കഥ.